താനും ഭാര്യയുമായുള്ള പ്രശ്നത്തിന് കാരണം സജിതയാണെന്നാണ് ചെന്താമര കരുതിയിരുന്നത്. ഇതിനെ തുടർന്നാണ് 2019 ഓഗസ്റ്റ് മാസം സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്ന് വനമേഖലയിൽ ഒളിവിൽ പോയ ചെന്താമര ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ പോലീസ് പിടികൂടി. 2022 ഉപാധികളോടെ ജാമ്യത്തിൽ പുറത്തിറങ്ങി. എന്നാൽ പിന്നീട് കേരളം കണ്ടത് ഞെട്ടിക്കുന്ന വാർത്ത. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തി. ആസൂത്രിതമായാണ് ഇയാൾ ഈ കൊലപാതകം നടപ്പാക്കിയത്. ഇതിനായി ആയുധം നേരത്തെ തന്നെ കയ്യിൽ കരുതിയിരുന്നു. 1 മാസമായി ഇയാൾ വീട്ടിലേക്ക് വന്നും പോയുമിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ആദ്യ കേസായ സജിത വധക്കേസിലാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്ന് സജിതയുടെ മക്കൾ പറഞ്ഞു. ആശ്വാസമുണ്ട്, എന്നാലും നമുക്ക് 16-ാം തീയതിയല്ലേ അറിയുള്ളൂ ശിക്ഷ എന്താ കിട്ടുന്നത്. വിശ്വാസമുണ്ട്, കോടതി ഇപ്പോൾ ആകെ വിശ്വാസം. ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സാക്ഷികളും ഈ കേസിൽ കൂറുമാറിയില്ല എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച 66 സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായി പറഞ്ഞു. ആരും കൂറുമാറിയില്ല എന്നുള്ളതും ഈ കേസിൽ നിർണായകമായി. കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനും എല്ലാം ഈ കേസിൽ വളരെ പ്രാധാന്യമായിട്ട് കോടതി കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ. കുറ്റക്കാരനാണ് കണ്ടിട്ടുള്ളത്. ശിക്ഷ 16-ാം തീയതി പൊസിഷൻ ഓഫ് സെൻറ്റൻസിനെ പറ്റി ഹിയർ ചെയ്യണം പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി അന്ന് അതിൻ്റെ വാദം കേൾക്കും. അതിനുശേഷം വിധി പറയും. ഒരു റിഗ്രറ്റും കണ്ടില്ല. വളരെ ധാർഷ്ട്യത്തോടെയാണ് എല്ലാം കോടതിയിലെ സംസാരവും കോടതി ചോദിക്കുമ്പോഴുള്ള സംസാരവും അയാൾക്ക് യാതൊരു വിഷമമോ മനവിഷമമോ ഒന്നും കണ്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.